പ്രിയപ്പെട്ടവരെ, പ്രൊഫഷണൽ സെല്ലിംഗ് ഒരു കരിയറായി എടുത്തവർക്ക് 4 കാര്യങ്ങളായിരിക്കും ദിവസവും ചെയ്യാനുണ്ടാവുക. ആദ്യത്തേത്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നവരുടെ അല്ലെങ്കിൽ താല്പര്യപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. രണ്ടാമത്, നമുക്കറിയാം, ഇവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക, അവരുമായി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക, അവരെ ടെലിഫോണിൽ ഒന്ന് ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ നമ്മുടെ പദ്ധതിയോ എന്തുമായിക്കൊള്ളട്ടെ, ഇത് അവരുടെ മുൻപിൽ ചെന്ന് കൃത്യമായി ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത്. ദാറ്റ് ഈസ് ഷോ ദ പ്ലാൻ ഓർ പ്രസന്റ് ദ പ്രോജക്റ്റ് എന്നുള്ളതാണ്. നാലാമതായി നാം ചെയ്യുന്നത് എന്താണ്? ആർക്കൊക്കെയാണോ ഈ ഒരു പ്രസന്റേഷൻ നമ്മുടെ പദ്ധതി അവതരിപ്പിച്ചത് അവരെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ 4 കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ദാറ്റ് ഈസ് ഗോൾ ഓഫ് ദ സെയിൽസ് പ്രോസസ് ഈസ് നത്തിങ് ബട്ട് ഗെറ്റിംഗ് ക്ലോസ്ഡ്. അതായത് ഡീല് ക്ലോസ് ചെയ്യുക. ആൻഡ് ഗെറ്റിംഗ് ക്ലോസ്ഡ് ഈസ് നത്തിങ് ബട്ട് ഗെറ്റിംഗ് പെയ്ഡ്. അതായത് നമ്മൾ ഉൽപ്പന്നമോ സേവനമോ അവർക്ക് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു പേയ്മെൻറ്റ് വാങ്ങിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഡീല് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയൂ. ഡീല് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു റിലേഷൻ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയുമാണ്. ആൻഡ് ദിസ് ഈസ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. നമുക്കറിയാം, ധാരാളം പ്രൊഫഷണൽ സെയിൽസിൽ ഒരുപാട് പരിശീലകരുണ്ട്. ധാരാളം പരിശീലനങ്ങൾ നമ്മളൊക്കെ പല കമ്പനികളിലും നടത്താറുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ട്രെയിനേഴ്സിൻ്റെ പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ സെല്ലിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടെക്നിക് വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ്. ധാരാളം രീതികൾ അവലംബിക്കാറുണ്ട്. ചില സാഹചര്യത്തിൽ നമ്മുടെ കമ്പനിയെ പറ്റിയോ ഉൽപ്പന്നത്തെ പറ്റിയോ നാം ഒരു ഉപഭോക്താവിന് പ്രസന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിനെ നഖശികാന്തം എതിർക്കുന്നു. അദ്ദേഹം അത് വേണ്ട എന്നാവശ്യപ്പെടുന്നു. അതിൻ്റെ ഡീമെറിറ്റ്സ്, അതിൻ്റെ പോരായ്മകളെ പറ്റി അദ്ദേഹം നിരന്തരം സംസാരിക്കുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമർ അല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ദർ ഈസ് സംതിങ് കോൾഡ് റിജക്ട് ദ കസ്റ്റമർ. അപ്പം ഇതൊരു ക്ലോസിംഗ് ടെക്നിക്കാണ്. പരിശീലകർ നമ്മളോട് പറയാറുണ്ട്, അത്തരത്തിൽ നിങ്ങൾക്ക് ചില ആൾക്കാരെ ഓപ്പൺ ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി സർ ദിസ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഫോർ യു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ടായിട്ട് ചിലപ്പോൾ അദ്ദേഹം ആ പ്രോഡക്റ്റ് വാങ്ങിച്ചേക്കാം. ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് എ ടെക്നിക്. ഇനി അതല്ല, ഓപ്ഷണൽ ക്ലോസിംഗ്. സർ, ചെക്കാണോ ഡ്രാഫ്റ്റാണോ സാറ് തരുന്നത്? ഇനി അതല്ല, ശരീരഭാഷകൾ കൊണ്ട് നമ്മൾ ഒരു വിഡ്രോവൽ സ്റ്റൈല്, ശരീരഭാഷ നമ്മൾ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള ക്ലോസിംഗ് ടെക്നിക്കുകൾ നമുക്കറിയാം, നമ്മളത് പ്രയോഗിക്കാറുണ്ട്, നമ്മൾ പരിശീലകർ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട 3 ക്ലോസിംഗ് ടെക്നിക്കുകൾ അത് കുറച്ച് വ്യത്യസ്തമാണ്. ഇത് പ്രൊഫഷണൽ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല ആശയവിനിമയത്തിനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴും നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യുമ്പോഴും നന്നായി ഫോളോ അപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇതിലുപരിയായി നമുക്ക് വേണ്ടുന്ന ചില ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. അത് പ്രധാനപ്പെട്ട 3 എണ്ണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തേത്, നാം ഏത് രംഗത്താണോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രൊഫഷൻ ഏതാണോ, അത് ഇൻഷുറൻസ് ആയിക്കൊള്ളട്ടെ, ബാങ്കിങ് ആയിക്കൊള്ളട്ടെ, യു ആർ ഡീലിംഗ് വിത്ത് എ ടാഞ്ചിബിൾ പ്രോഡക്റ്റ്, എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രൊഫഷനെ പറ്റി കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. അതിൻ്റെ സാധ്യതകളെപ്പറ്റി, ആ വ്യവസായ മേഖലയെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരിക്കണം. And what I'm trying to say is getting close with your profession and your industry. അതിനെപ്പറ്റി നന്നായി അറിയുക, നന്നായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. എത്രത്തോളം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു, എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നമ്മുടെ വിശ്വാസ്യത, നമ്മുടെ മനോഭാവം വളരെ പോസിറ്റീവായിട്ട് മാറുന്നതാണ്. നമ്മുടെ എനർജി ലെവൽ തന്നെ മാറും നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ. സോ ദാറ്റ് ദ ഫസ്റ്റ് ക്ലോസിംഗ് ടെക്നിക്, ഗെറ്റിംഗ് ക്ലോസ്. വിശ്വസിക്കുക, അറിയുക, അടുക്കുക.
ഏത് മേഖലയിലാണ്, ഏത് പ്രൊഫഷനിലാണ് നമ്മളുള്ളത് അതിനെക്കുറിച്ച്. രണ്ടാമത്തേത് ഗെറ്റിംഗ് ക്ലോസ് വിത്ത് ദ പ്രോഡക്ട്സ് ആൻഡ് ദ സർവീസസ്. എന്ത് പ്രോഡക്റ്റാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നാം വിഭാവനം ചെയ്യുന്നത്, അതിനെപ്പറ്റി കൃത്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ അറിവും നേടുക. ഗെറ്റിംഗ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട്, വളരെ ക്ലോസ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റൊന്നുമല്ല, പരസ്പരം നന്നായി അറിയാം, നന്നായി പരസ്പര വിശ്വാസമുണ്ട്, നല്ല സ്നേഹമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും. അതിനെപ്പറ്റി നന്നായി അറിയുക, നന്നായി ഇഷ്ടപ്പെടുക, അതുമായി നന്നായി അടുക്കുക. ഗെറ്റിംഗ് ക്ലോസ് വിത്ത് the product and the service. And the third one is the most important, getting close with the people and the prospect. മനസ്സിലാക്കുക, നമ്മുടെ ഉപഭോക്താക്കൾ അവർ ഉപഭോക്താവാകുന്നതിന് മുൻപ് they fall in the category of people. അതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ്. അവരുമായിട്ട് നന്നായി അടുക്കുക, to become close with them, അവരുടെ വിശ്വാസം നേടുവാൻ കഴിയുക, അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുക. സ്നേഹം പിടിച്ചു പറ്റിയെങ്കിലേ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഒക്കെ നന്നായി അവർ പ്രസൻറ്റേഷൻ കൊടുക്കുവാനുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് നൽകും. ആദ്യം ഇൻട്രസ്റ്റ് ആണ് വേണ്ടുന്നത്, താല്പര്യമുണ്ടാക്കുകയാണ് വേണ്ടത്. സോ ദാറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ്, ദീസ് ടു വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഡർ ടു ബിക്കം വെരി ക്ലോസ് വിത്ത് സംബഡി. Once you become very close with the prospect and the people, definitely the closing happens automatically. You will become very close with them. Have a wonderful sales career and become a master in closing the business deal. Thank you very much.